സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും നാസ്തികർ എന്നാ ചോദ്യം. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുക. സമൂഹത്തിൻ്റെ സമാധാനം ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന എലമെൻസിനെ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ അരിച്ചെടുക്കുന്ന ആ എലമെൻറ്റ്സ് അത് ഏത് തന്നെയാണെങ്കിലും ഇടവും വലവും നോക്കാതെ അറഞ്ചം പുറഞ്ചം നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്തിരിക്കും, അതിനെ വിമർശിച്ചിരിക്കും. ഇന്ന് നമ്മൾ അത്തരത്തിൽ അറഞ്ചം പുറഞ്ചം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം അത് ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഇന്ന് ലോകത്തിൻ്റെ സമാധാനം ഏറ്റവും കൂടുതൽ കെടുത്തുന്ന ഒന്ന് എന്നുള്ളതിനുള്ള കണക്കുകൾ ഇവിടെ പറഞ്ഞു. കണക്ക് ഞാൻ സമ്മതിച്ചല്ലോ. ഒന്നാമത്തെ കാര്യം, ചൈന കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പേരിൽ കൊല്ലുന്ന ആ കമ്മ്യൂണിസത്തെ നമ്മൾ വിളിക്കുന്ന 4ാമത്തെ മതം എന്നാണെന്ന് ഇദ്ദേഹം മറന്നുപോയി. അത് നാസ്തികം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കോട്ടയിൽ കെട്ടാൻ പറ്റില്ല. അത് മറ്റൊരു മതമാണ്. ആര് തന്നെ സ്റ്റാലിൻ കൊന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ്, അതിൻ്റെ പേരിലാണ് കൊന്നു തള്ളുന്നത്. ഇനി അഥവാ ഒരു രാഷ്ട്രം കൊന്നു തന്നെ കൂട്ടുക, അപ്പോഴും ഇസ്ലാം കൊന്നു തള്ളിയതിൻ്റെ 7 തെറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഇസ്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ കൊന്ന് സ്റ്റാലിൻ്റെ വഴിക്ക് പോയി, മാവോ കൊന്ന് മാവോയുടെ വഴിക്ക് പോയി, പോൾപോട്ട് കൊന്ന് പോൾപോട്ടിൻ്റെ വഴിക്ക് പോയി, ഹിറ്റ്ലർ കൊന്ന് ഹിറ്റ്ലറിൻ്റെ വഴിക്ക് പോയി. പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, തീവ്രവാദ ആശയം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ആശയം വെച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച അതിപ്പോഴും തുടരുകയാണ്. ഇന്നൊന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലാന്ന്